അപ്പോൾ മച്ചന്മാരെ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രഷ്യസ് പെറ്റ്സ്. രാവിലെ നമുക്ക് എല്ലാവരും ഒന്ന് കണ്ടേക്കാം. നോക്കുന്നുണ്ട്, ഒരാളിവിടെ നിന്ന് ഉറങ്ങുന്നുണ്ട്. എന്തുണ്ടായാലും അനങ്ങത്തില്ല. എന്നാൽ അടുത്തോട്ട് പോയപ്പോലും അനങ്ങത്തില്ല. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇയാളിവിടെ കിടക്കട്ടെ, നമുക്ക് ബാക്കിയുള്ളവരെ കാണാം. ഈ മണ്ടയ്ക്കോട്ട് നമ്മൾ കയറുക. നമ്മളെ കാണുമ്പോൾ തന്നെ നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഒരു കോഴി എടുത്തിങ്ങനെ പെട്ടെന്ന് വരുന്നുണ്ട്. നമ്മൾ വന്നാൽ അയാളെ തുറന്നു വിടുന്ന തന്നെ അറിയാം. അതുകൊണ്ടാണ് നോക്കുന്നത്. നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് കയറിയേക്കാം, അതായത് നല്ലത്. ആദ്യം തന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, അവനെ അങ്ങ് തുറന്നു വിടാം. അവനെ തുറന്നു വിടുമ്പോൾ അവൻ താടി തറയാറുണ്ട്. തുറന്നേക്കാം. ഇറങ്ങടാ, ഇത് ഇറങ്ങുന്നില്ലേ? ഇത് നമ്മുടെ പ്രാവിനെയൊക്കെ ഒന്ന് കാണാം. അപ്പോഴത്തേക്ക് ആൾ ചാടിക്കോളും. നമ്മുടെ സിറാസും ഓസ്ട്രേലിയൻ വൈറ്റും ഇവർ ഒരു വട്ടം കുഞ്ഞിനെ ഇറക്കി. ഇപ്പം കുഞ്ഞ് അടുത്തേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നു. ഇതേ നമ്മുടെ മുദീന, പിന്നെ ഓസ്ട്രേലിയൻ വൈറ്റ്. ഒരു മുട്ട കിട്ടോ? ഇവർ ഫസ്റ്റ് എഗ്ഗിങ് നടന്നിട്ടുണ്ട്. കിട്ടൂലെന്ന് അറിയത്തില്ല. എന്തായാലും അവിടെ ഇരിക്കട്ടെ. ഇത് അടുത്തവർ. ഇവർ എഗ് ചെയ്യേണ്ട സമയമായി ആയി. അതുകൊണ്ട് നമ്മൾ ട്രേ വെച്ച് കൊടുത്ത് ഇവരും ഇടട്ടെ. മറ്റോ ചാടിയിട്ടുണ്ട്. ഈ വട്ടം എന്തായാലും കുഞ്ഞ് വിരിയുമ്പോൾ എന്തായാലും എല്ലാവർക്കും ഒരാർക്കും ഞാൻ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതായിരിക്കും. ഇതേ നമ്മുടെ ഗിനി പിക്സ് ആക്കി പറയാൻ പറഞ്ഞു. ഞാൻ പുതിയ ഗിനി പിക്സിനെ വാങ്ങിച്ചായിരുന്നു. ഇതിനെ കാണിക്കാനാണ് മെയിനായിട്ട് ഞാൻ മേളോട്ട് കൊണ്ടുവന്നത്. ഞാൻ ഇവിടെ കൊല്ലത്തൊരു ഫെസ്റ്റിന് പോയായിരുന്നു, എൻ്റെ കേരളം എന്ന് പറയും. അപ്പോൾ അതിനകത്തൊരു ഫാമിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ട് വെച്ചിരുന്നു. അപ്പം ഞാൻ 2-3 ഗിനി പിക്സിന് അതിനകത്ത് നമ്മുടെ ഒരു മെയിലല്ലേ ഉള്ളത്. അപ്പോൾ 2 ഫീമെയിലിനോട് തന്നത് കാണിച്ചു തരാം ഏതൊക്കെയാണ്. അതേ ആറ്റം നിൽക്കുന്ന വെള്ളയും ഓറഞ്ചും ഉള്ളതും, പിന്നെ അതേ ഈ കാണുന്നതും, അമ്മ ഫ്രണ്ടിൽ കാണുന്നതും, 2 പേര്. അത് മേളിലൂടെ മിസ്സാറിലൂടെ നോക്കാം. ഉണ്ടെങ്കിൽ ഇതും, പിന്നെ അതേ ഓടിപ്പോയത്. കുഴപ്പമില്ല, ഇന്നലെ കൊണ്ടുവന്നേ. ഇപ്പം അത്യാവശ്യം ഉണങ്ങിയിട്ടുണ്ട്. ഇനി ആ മുയലിനെ എടുത്താലോ എന്ന് എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇത് നമുക്ക് ഒരേ ഒരു ലവ് ബേർഡ്സേ ഉള്ളൂ ഇപ്പം. ഒക്കെ എല്ലാം പോയി. നമ്മൾ കൊടുത്തയാ ഒരെണ്ണം കൂടെ ഉണ്ടാകുന്ന എൻ്റെ ചത്തുപോയി. എൻ്റെ പേര് ചത്തുപോയി. തിനയുടെ റേറ്റ് കാരണം നമുക്ക് പറ്റുന്നില്ല. പക്ഷേ ഇയാൾ പേര് ചത്തുപോയി. പക്ഷേ ആ കലത്തിനകത്ത് ഇപ്പോഴും കുഞ്ഞുങ്ങളുണ്ട്. ഇതാണ് നമ്മുടെ കോഴി ഇരിക്കുന്നുണ്ടോ? എല്ലാം തറയിലെല്ലാം മറ്റേ പ്രാവ് തറയിൽ കൊത്തി കളയുന്ന തീറ്റയെല്ലാം ഇതും കുത്തി തിന്നോളും. നമ്മുടെ ഗിനി പിക്സ്. ഇനി ഇതെല്ലാം ക്ലീൻ ചെയ്യണം കേട്ടോ. എൻ്റെ അടി മൊത്തം എല്ലാ ഞായറാഴ്ച ഞങ്ങൾ കയറി ക്ലീൻ ചെയ്യും. ഞായറാഴ്ച ആവാൻ 2 ദിവസം കൂടെ ഞായറാഴ്ച ആണല്ലോ, നമുക്ക് എന്തായാലും ക്ലീൻ ചെയ്യണം. രാവിലെ ഇവരെയൊക്കെ കയറി ഒന്ന് കണ്ട് ജസ്റ്റ് അവരെ കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം ഒരു കടിഞ്ചായൊക്കെ കുടിച്ചിരിക്കുമ്പോൾ ഉള്ള ഫീല് വേറെയാണ്. അതിരുന്നണ്ട. ഇനി പോച്ച ഇട്ട് കൊടുക്കുന്ന വൈകുന്നേരം ഇട്ട് കൊടുക്കുള്ളൂ. ഇത് 3 പേരും കൂടെ ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് ഇത് മൊത്തം തിന്ന് തീർത്തോളും. വൈകുന്നേരം ആകുമ്പോൾ പുതിയ പോച്ച ഇട്ട് കൊടുക്കും. ഫുഡിനൊരു മാറ്റമില്ല. ഫുഡ് എപ്പോഴും നമ്മൾ ഫില്ല് ചെയ്തുകൊണ്ടേയിരിക്കും. നല്ല രീതിയിൽ ഫുഡ് കൊടുത്താൽ മാത്രമേ ഇതൊക്കെ ജീവിച്ചു. അപ്പോൾ ടൈം ഒരുപാടായി, കോളേജിൽ പോകാൻ സമയമായി. അപ്പോൾ ബൈ.